കഠാരയിലെ കാഴ്ചകൾ കണ്ട് റിട്ടേൺ അടിച്ച് പോകുന്ന വഴിയാണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മളെല്ലാവരും. എന്തായാലും ശരി, മോഡിജിക്ക് ഒരു ബിഗ് സല്യൂട്ട്. വീര്യമൃത്യു അണഞ്ഞ നമ്മുടെ ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം എന്നെൻ്റെ ബ്രദർ പറഞ്ഞപ്പോൾ ആ പേര് എങ്ങനെ വന്നു എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ചില്ലുജാലകവാതിലിൽ തിരശീലഞ്ഞുറിയുന്നു. നോട്ട്ബുക്കിൻ്റെ ഉള്ളിലുള്ള ചില്ലുജാലകത്തിൽ എന്തെല്ലാം ഐറ്റംസ് ആണെന്ന് കാണും. ഇതാ പറഞ്ഞു തരാം കേട്ടോ. പിടി, കപ്പ, പാൽക്കപ്പ, വട, സമൂസ, മുട്ട, ഇലയട, മുട്ട വിഭവങ്ങൾ, അങ്ങനെ പോകുന്നു ഐറ്റംസ്. ഇലയടയാണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തു. അപ്പോഴാണ് പഴംപൊരിയും ബീഫും പൊറോട്ടയിൽ ഫിൽ ചെയ്ത് വാഴയിലയിൽ പൊതിഞ്ഞതാണ് എന്ന് അവിടെയുള്ള ആൾ പറഞ്ഞത്. എങ്കിൽ ട്രൈ ചെയ്യാമെന്ന് തോന്നി. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ്. പോരാത്തതിന് ഞാൻ ബീഫും ഇതുവരെ കഴിച്ചിട്ടില്ല. എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നി. അതുമാത്രമല്ല, അതിൻ്റെ കട്ടിങ് കണ്ടോ, നല്ല സുഖമായിട്ട് കഴിക്കാൻ പാകത്തിന് അവർ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കഴിക്കാനും പറ്റും. ഇതാണ് ബീഫും പഴംപൊരിയും കോംബോ. അടിപൊളി ഒരു അഡാർ ഐറ്റം എന്ന് തന്നെ പറയാം. യൂട്യൂബേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അത്ര ടേസ്റ്റാണ് ഈ ഒരു ഐറ്റത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ ഇത്. കൂട്ടത്തിൽ ഒരു സമൂസയും വടയും നാടൻ ചായയും ഓർഡർ ചെയ്തിരുന്നു. പക്ഷെ ബീഫും പഴംപൊരിയും കഴിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും വേണ്ട, ചായ മാത്രം മതി. അത്ര അടിപൊളിയായിരുന്നു ഈ ഒരു കോംബോ. ഈ ഒരു കോംബോനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന്, ചില കോമഡി സീരിയലിൽ വരെ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു എപ്പിസോഡ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇത്ര അടിപൊളിയായിരിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കാഴ്ചകളെല്ലാം കണ്ട് നല്ല ആംബിയൻസ് ആണ്, മുകളിലൊക്കെ ഉണ്ട്. നോട്ട്ബുക്ക് ഖത്തറിൽ മാത്രമല്ല കേട്ടോ, ഷാർജ, അജ്മൻ, ഒമാൻ, ദുബായ്, ഇവിടെ എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നോട്ട്ബുക്ക്. പൊതുവേ അവിടെ മലയാളീസിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, നല്ല ഫേമസ് ആണെന്ന് തോന്നുന്നു. എങ്കിലും ഈ പറഞ്ഞ രാജ്യത്തുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് നോട്ട്ബുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.